കോഴിക്കോട് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കോടികൾ തട്ടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. മിൻഹാജ്, മുഹമ്മദ് ഹാഫിം എന്നിവരെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകര സ്വദേശിയായ ഡോക്ടറുടെ പരാതിയിലാണ് നടപടി. 2,18,00,000 രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, മലബാർ മേഖലയിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് വ്യാപകമാവുകയാണ്. കേരളത്തിലെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട 5 പേരാണ് പിടിയിലായിരിക്കുന്നത്. വടകര സ്വദേശിയായ ഡോക്ടറുടെ പരാതിയിന്മേലാണ് ഏറ്റവും ഒടുവിൽ നടപടി ഉണ്ടായിട്ടുള്ളത്. ഡോക്ടറുടെ കയ്യിൽ നിന്നും 2,18,00,000 രൂപയാണ് ഈ ഓൺലൈൻ വഴി തട്ടിയെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം മേലാറ്റൂർ സ്വദേശികളായ മിൻഹാജ്, മുഹമ്മദ് ഷാഹൽ തുടങ്ങിയവരാണ് ഇപ്പോൾ സൈബർ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട് റൂറൽ സൈബർ പോലീസ് ആണ് ഇവരെ പിടികൂടിയത്. ഇവർ പ്രധാന പ്രതികളല്ല, മറിച്ച് പ്രധാന പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്ത ആളുകളാണ്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം വാടകയ്ക്ക് പല അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. പോലീസ് പറയുന്നത് അനുസരിച്ച് ഇവരല്ല പ്രധാന പ്രതികൾ, മറ്റ് പ്രധാന പ്രതികളുണ്ട്. അവരെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പ്രധാനമായും ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നവരോട് പോലീസ് കൂടുതൽ ജാഗരൂകരായിരിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുമ്പോൾ ഇവർ ഈ കസ്റ്റമേഴ്സിന് ഒരു ലിങ്ക് നൽകുന്നു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ആളുകൾക്ക് എത്തുകയും തുടർന്ന് പണം തട്ടിയെടുക്കുകയും ചെയ്യുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല 2 പരാതികളിലായി 5 പേരെയാണ് പ്രധാനമായും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് താമരശ്ശേരി സ്വദേശിയുടെ കയ്യിൽ നിന്നും 5,80,000 രൂപ തട്ടിയെടുത്തത് കേസുണ്ടായിരുന്നു. അങ്ങനെ 2 പരാതിയിന്മേലാണ് ഇപ്പോൾ 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഡോക്ടറുടെ പരാതിയിന്മേലാണ് 2 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. രോഹിണി, കൂടുതൽ കണ്ണികൾ ഉണ്ടാകുമെന്ന് തന്നെയാണോ പോലീസ് വിശ്വസിക്കുന്നത്? മലബാർ മേഖലയിൽ പ്രധാനമായും 2 ദിവസം കൊണ്ടാണ് ഇത്തരത്തിൽ നിരവധി പരാതികൾ ഉയർന്നു വരുന്നത്. അതിൽ നമ്മൾ തുക വിലയിരുത്തുകയാണെങ്കിൽ 2,18,00,000 രൂപ അത്തരത്തിൽ വലിയ തുകയിലുള്ള തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളത്. ഈ അറസ്റ്റിലായ 2 പേരെന്ന് പറയുന്നത് പ്രധാന പ്രതികളല്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അന്യസംസ്ഥാനക്കാരായ മറ്റ് ആളുകളാണ് ഇതിൽ പ്രധാന പ്രതികളായിട്ടുള്ളത്. അവരിപ്പോഴും ഒളിവിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും കൂടുതൽ പ്രതികൾ ഇതിന് പിന്നിലുണ്ട്. ഇവർ വെറും സഹായികൾ മാത്രമാണ് എന്നൊരു വിലയിരുത്തലിലാണ്, അല്ലെങ്കിൽ പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തി നിൽക്കുന്നത്. രോഹിണി, ശരി ദിസ്ന. കോഴിക്കോട് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കോടികൾ തട്ടിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.